വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനകത്ത് PGBP എന്ന് പറയുന്ന ഹെഡ്, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്തുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരമുള്ള പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഇൻകം ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ഷൻ 30 തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ആ ഫോർമാറ്റിനകത്ത് നമ്മളോട് പറഞ്ഞായിരുന്നു ഈ പറഞ്ഞതുപോലെ ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ നമ്മൾ മിഷനറിയുടെ കാര്യം പറഞ്ഞു, പിന്നെ ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞത്, നമ്മൾ സയൻറ്റിഫിക് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. അങ്ങനെ ഓരോ തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ട് കയറി വരുന്ന സ്പെസിഫിക് ഡിഡക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ വരുന്ന ഡിഡക്ഷൻസ് അത് അലൗബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത്, ഇൻകം ടാക്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിനകത്ത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോക്കകത്തും ആ സ്പെസിഫിക് ഡിഡക്ഷൻസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, the payment of association and institution for carrying out of rural development program as per section 35CCA. Okay, so ഇവിടെ പറയുന്നത് where an assessee incurs any expenditure by way of any sum to an association or institution which has the main objective of undertaking any program of rural development. That means ഈ പറയുന്നത് പോലെ അസസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടായെന്ന് വിചാരിക്കുക. ആ എക്സ്പെൻഡിച്ചർ ഉണ്ടായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം എന്ന് പോലുമില്ല. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അതായത് ആ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കേണ്ടത് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ, ഡിഡക്ഷൻ ദ എമൗണ്ട് ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ദാറ്റ് മീൻസ് എത്ര രൂപയാണോ നമുക്ക് ചിലവായിരിക്കുന്നത് അതിന്റെ 100% നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു സ്പെസിഫിക് നാച്ചുറൽ ഡിഡക്ഷൻ ആണ്. ഈ പറഞ്ഞതുപോലെ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും അസസിയുടെ ബിസിനസ്സും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അസസി ഈ പറഞ്ഞ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത് നമ്മുടെ P&L അക്കൗണ്ടിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, where a deduction under this section is claimed and allowed for any assessment year in respect of any expenditure, the deduction shall not be allowed in respect of expenditure under section 80G or any other provision of this act. അതായത് സെക്ഷൻ 80സിനകത്തൊക്കെ ഫുള്ളായിട്ട് പറയുന്നത് നമ്മുടെ ഡിഡക്ഷൻസിനെ കുറിച്ചാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് ലൈബിലിറ്റി കാണുന്ന നേരത്ത് നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാം. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി, ആ എക്സ്പെൻഡിച്ചറിനകത്ത് PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് സെക്ഷൻ 35CCA പ്രകാരം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് നിങ്ങൾ വീണ്ടും ഈ പറയുന്ന സെക്ഷൻ 80 പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതിനെ നമ്മൾ ഡബിൾ ഡിഡക്ഷൻസ് എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഒരു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചറിന് 2 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? സോ അസസിക്ക് ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി, ആ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അസസിക്ക് അത് എന്ത് ചെയ്യാം? അസസിലെ ഇൻകം ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PGBPയുടെ ഹെഡ് എടുക്കുന്ന നേരത്ത് അതിനകത്ത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതേ എമൗണ്ടിന് തന്നെ അസസിക്ക് വീണ്ടും എവിടെ 80 പ്രകാരം, സെക്ഷൻ 80G പ്രകാരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെക്ഷൻസ് പ്രകാരമോ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഡിഡക്ഷൻ ഷാൽ നോട്ട് ബി ഡിനൈഡ് മിയർലി ഓൺ ദ ground that subsequent to the contribution made by the assessee, the approval granted to such a program has been withdrawn. ഓക്കെ, എക്സാമിന് കേസ് ലോ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതായത് നിങ്ങൾക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപ നിങ്ങൾക്കൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് എക്സ്പെൻഡിച്ചർ ഉണ്ടായത്. സോ അങ്ങനെ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന സമയത്ത് നോക്കി, നിങ്ങളുടെ P&L അക്കൗണ്ടിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ആ 20,000 റുപ്പീസ് കാണിക്കാം. മനസ്സിലായി? ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്കീം പ്രകാരമുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെങ്കിൽ അതിലോട്ട് നമുക്കൊരു 20,000 റുപ്പീസ് കാണിക്കാം, നോ ഇഷ്യൂസ്. പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേയ്മെന്റ് ഉണ്ടായി, നിങ്ങൾ അതിന് വേണ്ടിയുള്ള പേയ്മെന്റ് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് അങ്ങനെ ഒരു പേയ്മെന്റ് കൊടുത്തതിന് ശേഷം നോക്കി, ദ അപ്രൂവൽ ഗ്രാന്റഡ് ടു സച്ച് പ്രോഗ്രാം ഹാസ് ബീൻ വിഡ്രോൺ. അതായത് ഗവൺമെന്റ് ആ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടി കൊടുത്തിരിക്കുന്ന അപ്രൂവൽ വിഡ്രോ ചെയ്തു. അങ്ങനെ വിഡ്രോ ചെയ്തു എന്ന് വിചാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന എക്സംഷൻസ് വീണ്ടും ഡിനൈ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കണമെന്നോ ഇല്ല. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 35CCA ഏതെങ്കിലും ഒരു അസസി ഈ പറയുന്ന പോലെ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻഡിച്ചറിന്റെ 100% നമുക്ക് നമ്മുടെ P&Lനകത്ത് എമൗണ്ട് ഓഫ് എക്സംഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാം. നമ്പർ 1. നമ്പർ 2, ഒരു കാരണവശാലും അതേ എമൗണ്ടിന് തന്നെ വേറെ സെക്ഷൻസ് പ്രകാരം നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, എന്തെങ്കിലും കാരണവശാൽ ആ പ്രോഗ്രാം സർക്കാർ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അതോറിറ്റി അത് വിഡ്രോ ചെയ്യുകയോ ചെയ്താലും നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന എക്സംഷൻസ് നമുക്ക് ഡിനൈ ചെയ്യണമെന്നില്ല. ഓക്കെ,
മനസ്സിലായാൽ the next one, expenditure on agricultural extension project, section 35 CCC. Okay, where an assessee incurs any expenditure on notified agricultural extension program. അവിടെ റൂറൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ ഇവിടെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആണ്. അങ്ങനെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടായിരിക്കുന്ന ഫുൾ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ നമുക്ക് എന്തായിട്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആണെങ്കിലും ഫുൾ എമൗണ്ട് നമുക്ക് എന്തായിട്ട് ഡിഡക്ഷൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ആൻഡ് ഡബിൾ ഡിഡക്ഷൻ ഇസ് നോട്ട് പെർമിസിബിൾ. നേരത്തെ പറഞ്ഞതുപോലെ ഏതിനകത്ത് റൂറൽ ഡെവലപ്മെന്റിനകത്ത് പറഞ്ഞതുപോലെ ഓൾറെഡി ഇത് പ്രകാരം നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇതേ കാര്യത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. മനസ്സിലായി? അതായത് സെക്ഷൻ 80 ഒക്കെ പ്രകാരം വീണ്ടും നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല, എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഫസ്റ്റ് വൺ റൂറൽ ഡെവലപ്മെന്റ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് ആണ്. സോ ഇങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനകത്ത് എവിടെയെങ്കിലും ഒരു എമൗണ്ട് കാണുകയാണെങ്കിൽ അതിനെ 100% നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, expenditure on skill development project, CCD. സെയിം ആയിട്ടുള്ള കാര്യം തന്നെ പറയണേ. വേറെ കമ്പനി incurs expenditure not being expenditure in the nature of cost of any land or building. അതായത് ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ വരികയാണ് ഓൺ എ നോട്ടിഫൈഡ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. ഏതിന്റെ ഭാഗമായിട്ട്? അതായത് റൂറൽ ഡെവലപ്മെന്റും അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ വരികയാണ്. ആ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങിക്കാനുള്ളതല്ലെങ്കിൽ ഓക്കെ, സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഫുള്ളി അലൗഡ്. ഫുള്ളി അലൗഡ് മീൻസ് അത് ഫുള്ളി നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയുന്നത് ഡബിൾ ഡിഡക്ഷൻ ഈസ് നോട്ട് പെർമിസിബിൾ. ദാറ്റ് മീൻസ് ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ഏതെങ്കിലും ഒരു ഹെഡിനകത്ത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടിയത് കൊണ്ട്, അതായത് PGBP പ്രകാരം നിങ്ങൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ചാർജ് ചെയ്തത് കൊണ്ട് ഇതേ എമൗണ്ടിനെ വീണ്ടും നമുക്ക് വേറെ സെക്ഷൻ 80 പ്രകാരം ഡിഡക്ഷൻസ് ആയിട്ടോ വേറെ കാര്യങ്ങളായിട്ടോ ഒന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഇതിനകത്തോട്ടൊക്കെ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ടും എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, amortization of preliminary expenses. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണ്. ആസ് ഫോർ സെക്ഷൻ 35D. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കമ്പനിയായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും കുറേ പ്രിലിമിനറി എക്സ്പെൻസസുകൾ ഉണ്ടാവും അല്ലേ. സോ കമ്പനി സ്റ്റാർട്ടായതിനു ശേഷം മാത്രമേ കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കമ്പനി സ്റ്റാർട്ടാവുന്നതിന് മുമ്പുണ്ടായിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസസിനെ നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യും? മനസ്സിലായി? അതായത് ഇന്ന് തൊട്ടാണ് നമുക്ക് കമ്പനി റണ്ണിങ് ആയത്. സോ ഇന്ന് തൊട്ടാണ് നമുക്ക് പ്രോഫിറ്റും ലോസും P&L എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ കമ്പനി ഇന്ന് റണ്ണിങ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 60,000 രൂപ നമുക്ക് എന്തായിട്ട് ചിലവായിട്ടുണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് ചിലവായിട്ടുണ്ട്. സോ അങ്ങനെ ചിലവായിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസസിനെ എങ്ങനെയാണ് ഈ പറയുന്ന ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ പോണേ നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35D ഈസ് അവൈലബിൾ ടു ഓൾ റെസിഡന്റ് അസസി എക്സെപ്റ്റ് ഫോറിൻ കമ്പനി. ആർക്ക് മാത്രമാണ്? ഓൾ റെസിഡന്റ് അസസി. റെസിഡന്റ് അസസിക്ക് മാത്രമാണ് സെക്ഷൻ 35D പ്രകാരം എന്തുണ്ടാവുന്നത്, പ്രിലിമിനറി എക്സ്പെൻഡിച്ചേഴ്സ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നോൺ റെസിഡന്റ് അസസി ഓർ എ ഫോറിൻ കമ്പനി ഈവൻ if it is a resident in India cannot claim the deduction under section 35D. That means ഒരു റെസിഡന്റ് അസസിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറഞ്ഞതുപോലെ ഡിഡക്ഷൻസ് ആസ് പെർ 35D പ്രിലിമിനറി എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അവിടെ പറയുന്നത് ഒരു ഫോറിൻ കമ്പനിയാണ്. ഓക്കെ, ആ ഫോറിൻ കമ്പനി റെസിഡന്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. സോ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, ഒരു കാരണവശാലും ഫോറിൻ കമ്പനീസോ ബാക്കിയുള്ള കാര്യങ്ങളോ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചേഴ്സ്. എന്തൊക്കെ എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമുക്ക് ഈ പറയുന്ന പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് കൊണ്ടുവരാൻ പറ്റണം? ഏതൊക്കെ എക്സ്പെൻഡിച്ചേഴ്സിനാണ്? ഓക്കെ, ദ ഫസ്റ്റ് വൺ, ലീഗൽ ചാർജസ് ഫോർ ഡ്രാഫ്റ്റിംഗ് എനി അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ അസസി ആൻഡ് എനി അതർ പേഴ്സൺ റിലേറ്റിംഗ് ടു സെറ്റിംഗ് അപ്പ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ അസസി. അതായത് ലീഗൽ ചാർജസ്, ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ലീഗൽ ചാർജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. ആൻഡ് ലീഗൽ ചാർജസ് ഓഫ് ഡ്രാഫ്റ്റിംഗ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടമോ ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻസോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ലീഗൽ ചാർജസ്. ആൻഡ് തേർഡ് വൺ, പ്രിന്റിംഗ് എക്സ്പെൻസസ്. ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷനും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വരുന്ന പ്രിന്റിംഗ് എക്സ്പെൻസസ്. ആൻഡ് രജിസ്ട്രേഷൻ ഫീ ഓഫ് ദ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിലോട്ട് അതോറിറ്റിയിലോട്ട് അടയ്ക്കുന്ന രജിസ്ട്രേഷൻ ഫീ. ആൻഡ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. കണ്ടോ, public issues of shares or debentures of the company, underwriting commission, brokerage and charges for drafting, typing, printing, advertisement of the prospectus.
ഓക്കെ, അതായത് ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻസ് പ്രകാരമുള്ള എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും, അതിൻ്റെ പ്രിന്റിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ലീഗൽ ചാർജസും, കൂടാതെ ഈ പറയുന്ന പോലെ കമ്പനിയുടെ തന്നെ പ്രോസ്പെക്ടസിൻ്റെ പ്രിന്റിങ്ങും അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജും ബാക്കിയുള്ള ചാർജുകളല്ല, ഈ പറയുന്നതെല്ലാം നമുക്ക് എന്തായിട്ട് തന്നെ കയറി വരും, നമ്മുടെ പ്രിലിമിനറി എക്സ്പെൻഡിച്ചറായിട്ട് കയറി വരും. സോ ഇങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യണമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ദ ക്വാളിഫയിങ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, അതായത് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഫുൾ എമൗണ്ടിനെയും അവർക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ഫുൾ എമൗണ്ടിനെയും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ചാർജ് ചെയ്യാനും പാടില്ല. സോ ഇവിടെ പറയുന്നത് മാക്സിമം സിഗ്നിഫിക്കന്റ് ലിമിറ്റാണ്. അതായത് നിങ്ങളൊരു കോർപ്പറേറ്റ് അസസി ആണെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങളൊരു കമ്പനി ആണെങ്കിൽ, ഓക്കെ, അവിടെ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട്, കമ്പനിയുടെ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എത്രയാണെന്ന് നോക്കാം, അതിന്റെ 5% ഓർ 5% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വിച്ച് എവർ ഈസ് മോർ. മനസ്സിലായോ? സോ അത്രയും എമൗണ്ട് വരെ മാത്രമേ നമുക്ക് എന്തായിട്ട് ചെയ്യാൻ പാടുള്ളൂ, പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. അത്രയും എമൗണ്ട് മാത്രമേ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇഫ് യു ആർ എ കമ്പനി, ഓക്കെ, അവിടെ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എത്രയാണെന്ന് നോക്കണം, അതിന്റെ 5% എടുക്കണം. കൂടാതെ നിങ്ങളുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയാണെന്ന് നോക്കണം, അതിന്റെ 5% എടുക്കണം. ഈ രണ്ടും കിട്ടുന്ന എമൗണ്ടിന്റെ ഏറ്റവും കൂടുതൽ ഏതാണോ അതിനെയാണ് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇൻ കേസ് ഓഫ് എ നോൺ കോർപ്പറേറ്റ് അസസി, നിങ്ങൾ കമ്പനി അല്ല വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന അസസി ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, കമ്പനി ആണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഉണ്ടാവുള്ളൂ, അല്ലെ? വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എംപ്ലോയീസ് ആണ്, സോറി, അസസി ആണെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എത്രയാണോ അതിന്റെ 5%. ഓക്കെ, ആ എമൗണ്ട് ഫുള്ളായിട്ട് ഡിഡക്ട് ചെയ്യാം എന്നാണ് പറയണേ. മനസ്സിലായി? അത് എങ്ങനെയാണ് ഡിഡക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് അടുത്തതിനകത്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഒരു കമ്പനി, അത് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻഡിച്ചേഴ്സിനെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്ലെയിം ചെയ്യുന്ന നേരത്ത് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ 5%ഓ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5%ഓ വിച്ച് എവർ ഈസ് ഹയസ്റ്റ്, അതിനെ വേണം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ, ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. ഇനി കമ്പനി അല്ലെങ്കിൽ നോൺ കോർപ്പറേറ്റ് അസസി ആണെങ്കിൽ അവിടെ 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എത്രയാണോ അതിന്റെ 5%. ഇത്ര വരെയാണ് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റണേ, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റണേ. ഓക്കെ, ആൻഡ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ, ഇനി ആ ഡിഡക്ഷൻ എങ്ങനെയാണ് കിട്ടണേ എന്നാണ് നോക്കണേ. ദാറ്റ് മീൻസ് 1/5 ഓഫ് ദ ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചേഴ്സ് ഈസ് അലവബിൾ ആസ് ഡിഡക്ഷൻ ഇൻ ഈച്ച് ഓഫ് ദ 5 സക്സസീവ് ഇയേഴ്സ് ബിഗിനിങ് വിത്ത് ദ ഇയർ ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് കമൻസ്. അതായത് 1/5 വെച്ച് എന്ത് ചെയ്യാം, 5 വർഷങ്ങളിൽ, ബിസിനസ് തുടങ്ങിയിട്ടുള്ള 5 വർഷങ്ങളിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ക്വാളിഫയിങ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പം അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ടിന്റെ 5% എടുത്തപ്പോൾ നമുക്ക് 50,000 റുപ്പീസ് വന്നു. അടുത്തത് നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ എംപ്ലോയ്ഡിന്റെ 5% എടുത്തപ്പോൾ നമുക്ക് 60,000 റുപ്പീസ് കിട്ടി. സോ ഇവിടെ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് വിച്ച് എവർ ഈസ് ഹയർ എത്ര വരും, 60,000 റുപ്പീസിനെയാണ് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2015-ലാണെങ്കിൽ, ഓക്കെ, ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് നമുക്ക് ഇത്രയും എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കണേ, അല്ലെ? സോ 2015-ലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ 16, 17, 18, 19, 20 അങ്ങനെ 5 വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, 60,000 ഡിവൈഡ് ബൈ 5 അല്ലെങ്കിൽ ഇൻറ്റു 1/5 എന്നുള്ള രീതിയിൽ അടുത്ത 5 വർഷങ്ങളിലോട്ട് നമുക്ക് എന്ത് ചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് ചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസസ് എടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കിയിട്ട് കമ്പനിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസസി ആണോ നോക്കുക. കമ്പനി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൊടുക്കുക, അതിന്റെ 5% ട്രീറ്റ് ചെയ്യുക രണ്ടിന്റെയും. അതിനകത്ത് ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക, ആ ഹയസ്റ്റിനെ നമുക്ക് എന്ത് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഹയസ്റ്റിനെയാണ് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ 1/5 വെച്ച് അടുത്ത 5 വർഷങ്ങളിൽ എന്നാണോ കമ്പനി ഈ പറയുന്ന പോലെ ബിസിനസ് റൺ ചെയ്യുന്നത്, അടുത്ത 5 വർഷങ്ങളിൽ നമുക്ക് എന്ത് ചാർജ് ചെയ്യാം, പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാം. ഓക്കെ, ആൻഡ് അനദർ കേസ് നോൺ കോപ്പറേറ്റീവ് അസസി ആണെങ്കിൽ ഏതുണ്ടാവില്ല, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഉണ്ടാവില്ല, കോസ്റ്റ് ഓഫ് പ്രൊജക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ 5% എടുക്കാം, അതിനെ ഈ പറയുന്ന പോലെ 1/5 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് വൺ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എന്ന് പറയുന്ന സാധനവും ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്ന സാധനത്തിനകത്തും എന്തൊക്കെ കാര്യങ്ങൾ കയറി വരും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊജക്ട്, ഇറ്റ് മീൻസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് വിച്ച് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അസസി ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് പ്രീവിയസ് ഇയർ ഇൻ വിത്ത് ദ ബിസിനസ് ഓഫ് ദ അസസി കമൻസ്. അതായത് ആ പ്രൊജക്റ്റുമായിട്ട് കയറി വരുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എന്ന് പറയുന്നത്. മനസ്സിലായി? സോ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ, ആ പ്രൊജക്റ്റുമായിട്ട് കയറി വരുന്ന ടോട്ടൽ അസറ്റ്സിന്റെ ബുക്ക് വാല്യൂ. ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അറിയാലോ, ഇറ്റ് മീൻസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഡിബഞ്ചർ, ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ വരും, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ദാറ്റ് മീൻസ് കമ്പനിയുടെ ക്യാപിറ്റലിനകത്ത് കയറി വരുന്ന കാര്യങ്ങൾ. ഒന്ന് ഇഷ്യൂഡ് ക്യാപിറ്റൽ വരും, ഡിബഞ്ചേഴ്സ് വരും, ആൻഡ് ലോങ് ടേം ബോറോയിങ്സ് വരും. ആ ലോങ് ടൈം ബോറോയിങ്സ് എടുക്കുന്ന നേരത്തെ ശ്രദ്ധിക്കേണ്ടത് എന്താ,
ഇഫ് ദ ബോറോയിങ്സ് ദാറ്റ് മീൻസ് ടേം ഓഫ് ബോറോയിങ്സ് എന്ന് പറയുന്നത് 5 വർഷത്തിൽ കൂടുതലായിരിക്കണം. നമ്മൾ ഒരാളിൽ നിന്ന് കടമെടുക്കുന്നത് നാളെ തരാമെന്നോ അല്ലെങ്കിൽ അടുത്ത മാസം തരാമെന്നോ പറഞ്ഞിട്ടാണെങ്കിൽ അതിനെ ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇന്ത്യക്ക് അകത്തുനിന്നാണ് നിങ്ങൾ കടമെടുക്കുന്നതെങ്കിൽ അവിടെ ടേം ഓഫ് ബോറോയിങ്സ് എന്ന് പറയുന്നത് 5 വർഷത്തിനേക്കാൾ കൂടുതലായിരിക്കണം. ഇനി ഇന്ത്യക്ക് പുറത്തുനിന്നാണ് നിങ്ങൾ കടമെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം? 7 വർഷത്തിനേക്കാൾ കൂടുതലായിരിക്കണം. മനസ്സിലായോ? സോ അത് കണക്ട് ചെയ്ത് തന്നെ ആലോചിച്ച് നോക്കുക. ഈ പറയുന്നത് പോലെ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് വെച്ചാൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കമ്പനി റൺ ചെയ്യുന്നതിന് മുമ്പ്, ബിസിനസ് റൺ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആ പ്രിലിമിനറി എക്സ്പെൻഡിച്ചറിനകത്ത് ഏതൊക്കെ വരും? ലീഗൽ ചാർജസ്, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിന്റ് ചെയ്യാനുള്ളത്, പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യാനുള്ള ചാർജസ്, ഇതെല്ലാം കൂടെ കൂടുന്നതിനാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ആ പ്രിലിമിനറി എക്സ്പെൻസസ് എന്താണെന്ന് മനസ്സിലായാൽ എത്ര എമൗണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ 2 കാര്യങ്ങളാണ് നോക്കണേ. കമ്പനി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റിന്റെ 5% അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 5%. ഇനി അതർ ദാൻ കമ്പനി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റിന്റെ 5%. അവിടെ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്? പ്രീവിയസ് ഇയറിനകത്ത് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിനകത്ത് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഉണ്ടായിരിക്കുന്ന ടോട്ടൽ അസറ്റിന്റെ വാല്യൂവിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോഴല്ലോ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിനകത്തുള്ള ലാസ്റ്റ് ബാലൻസ് ഷീറ്റിനകത്ത് എത്രയാണോ ക്യാപിറ്റലായിട്ട് കയറി പറഞ്ഞത്, ദാറ്റ് മീൻസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണ്, അതിന്റെ ഡിബഞ്ചേഴ്സ് എത്രയാണ്, പ്ലസ് ലോങ് ടൈം ബോറോയിങ്സ്, ഇതെല്ലാം കൂടെ കൂട്ടുക. എന്നിട്ട് ഇതിന്റെ 2ന്റെ 5% എടുക്കുക. അതിനകത്ത് ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക. അതിനെയാണ് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ 1/5 ചെയ്യും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഇവിടെ നോക്കി. ദ പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് 4 lakh rupees ചിലവായിട്ടുണ്ട്. മാർക്കറ്റ് സർവേക്ക് വേണ്ടിയിട്ട് 5 lakh rupees ചിലവായിട്ടുണ്ട്. ആൻഡ് ദ ലീഗൽ ആൻഡ് അതർ ചാർജസ് ഇഷ്യൂഡ് ഇൻ അഡീഷൻ ടു ദ ക്യാപിറ്റൽ ഓഫ് ന്യൂ യൂണിറ്റ് 2 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. അതായത് ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു 11 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. മനസ്സിലായി? ഏതൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്, മാർക്കറ്റ് സർവേ ആൻഡ് ലീഗൽ ആൻഡ് അതർ ചാർജസ്, ഇഷ്യൂ ഫോർ അഡീഷണൽ ക്യാപിറ്റൽ റിക്വയർഡ്. സോ ടോട്ടൽ ലീഗൽ ചാർജസ് ആയിട്ട് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് 11 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ കണ്ടോ, ഇവിടെ ജെ ലിമിറ്റഡ് ആണ്. ശ്രദ്ധിച്ചേ, ഇവിടെ ജെ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് മീൻസ് അതൊരു കമ്പനിയാണ്. കമ്പനി ആണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും ചെക്ക് ചെയ്യണം. വേണ്ടേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 30 lakh rupees ആണ്. അതായത് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 30 lakhs ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 40 lakhs ആണ്. അല്ലേ? സോ വിച്ച് അവർ ഈസ് ഹയർ നോക്കണം. ഹയർ നോക്കുമ്പോൾ നമുക്ക് ഏതാ കയറി പറഞ്ഞേ? 40 lakhs ആണ് കയറി പറഞ്ഞേ. ആ 40 lakhsന്റെ എത്ര ശതമാനം? 5%. അല്ലെ? 40 lakhsന്റെ 5%. അതിനെയാണ് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. എത്ര വരും? 2 lakh rupees വരും. ആണോ? ഇനി എന്ത് കമ്പയർ ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് 11 ലക്ഷം ഉണ്ടെങ്കിൽ പോലും, പ്രിലിമിനറി എക്സ്പെൻസസ് 11 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് നമുക്ക് എത്ര മാത്രമേ വരുള്ളൂ? ഈ പറയുന്ന 2 lakh rupees മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് എത്രയായിരിക്കും? ഈ പറയുന്ന 2 lakh divided by 5 അല്ലെ? എത്ര വരും? 40,000 വെച്ച് അടുത്ത 5 വർഷങ്ങളിലോട്ട് നമുക്ക് ചാർജ് ചെയ്യാം. സോ സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസസ് നോക്കുക. അത്രയും എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടണമെന്നില്ല. മാക്സിമം എത്ര വരെ മാത്രമേ കിട്ടുള്ളൂ? കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും എടുക്കുക. അതിന്റെ ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക. ആ ഹയസ്റ്റിന്റെ 5% നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത്ര വരെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ആസ് എ മാക്സിമം എമൗണ്ട് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എല്ലാം കൂടെ 11 ലക്ഷം ഇല്ല, പകരം 1 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ 40 lakh ഇല്ല, പകരം 40,000ഉം ഇവിടെ 50,000ഉം ഇവിടെ 10,000 rupees ആണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? ദാറ്റ് മീൻസ് എല്ലാം കൂടെ നമുക്ക് ആകെ കൂടെ 1 lakh rupees ഉള്ളൂ. സോ ഇവിടെ നമുക്ക് എത്ര രൂപ വരെ ക്ലെയിം ചെയ്യാം? 2 ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാം. എന്നാൽ പോലും നമുക്ക് എത്ര മാത്രമേ ഉള്ളൂ? 1 lakh rupees വരെ മാത്രമേ. കാരണം ആക്ച്വലി അത്രയല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. സോ ആ 1 lakh divided by 5. മനസ്സിലായോ? 1 lakh divided by 5 നമുക്ക് 20,000 വെച്ച് ക്ലെയിം ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് ഏതിനകത്ത് കയറി വരണേ? ഈ പറയുന്ന പ്രിലിമിനറി എക്സ്പെൻഡിച്ചറിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് കയറി വരണേ. വൺസ് അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണേ. കമ്പനി ആണെങ്കിൽ ഏതാ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കാം. എന്നിട്ട് 5% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡും 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും എടുക്കാം. അതിനകത്ത് ഹയസ്റ്റ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അത്രയും വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആ ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് ഇൻറ്റു 1/5 ചെയ്യുമ്പോൾ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങി അടുത്ത 5 വർഷങ്ങളിലോട്ട് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വൺ, ഡിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമർജർ. ദാറ്റ് മീൻസ് 2 കമ്പനികൾ തമ്മിൽ അമാൽഗമേറ്റഡ് ആവാൻ പോവാണ് അല്ലെങ്കിൽ ഡീമർജർ ചെയ്യാൻ പോവാണ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ അമാൽഗമേഷനെ സംബന്ധിച്ചിടത്തോളം ഡീമർജറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ടാവും? എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും.
അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, അപ്ലിക്കബിൾ ടു ആൻ ഇന്ത്യൻ കമ്പനി. മനസ്സിലായി? ഇത്രയും നേരം പറഞ്ഞതിനകത്ത് പലതിനകത്ത് നമുക്ക് ഓൾ അസസീസ് എല്ലാവർക്കും ആ ഡിഡക്ഷൻ ബാധകമാണെങ്കിൽ പോലും ഇവിടെ പറയുന്നത് ആർക്ക് മാത്രമാണ് ബാധകം? ഇന്ത്യൻ കമ്പനിക്ക് മാത്രമാണ് ബാധകം. പറഞ്ഞിരിക്കുന്നത് അസസി ഹാസ് ഇൻകേർഡ് സർട്ടൻ എക്സ്പെൻഡിച്ചർ ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് അമാൽഗമേഷൻ ഓർ ഡിമർജർ. കമ്പനിക്ക് അമാൽഗമേഷനോ ഡിമർജറിനോ ഭാഗമായിട്ട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നു. ഇനി അതിനെ എങ്ങനെ ക്ലെയിം ചെയ്യാൻ പോണേ? നോ ഡിഡക്ഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ഫോർ സച്ച് എക്സ്പെൻസസ് അണ്ടർ എനി അതർ സെക്ഷൻ. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1/5 ഓഫ് എക്സ്പെൻസസ് സോ ഇൻകേർഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years. അതായത് വേറെ ഒരു സെക്ഷൻസ് പ്രകാരവും ഇതിന്റെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ ആ സ്കിൽ ഡെവലപ്മെന്റിനകത്തൊക്കെ പറഞ്ഞതുപോലെ ഡബിൾ ഡിഡക്ഷൻസ് എന്ന് പറയുന്ന സാധനം ഇവിടെ പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അമാൽഗമേഷനോ ഡിമർജറോ ആയിട്ട് കയറി വന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണോ, ഓക്കെ, ആ എമൗണ്ടിന്റെ 1/5 വെച്ച് അടുത്ത 5 വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അമാൽഗമേഷൻ എപ്പോഴാണോ സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എ ലിമിറ്റഡ് ആയിരുന്നു. ഓക്കെ, എ ലിമിറ്റഡും ബി ലിമിറ്റഡ് ഇങ്ങനെ 2 കമ്പനിയായിരുന്നു. ഈ 2 കമ്പനിയും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് ഇനി മുതൽ എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായി. അറ്റ് ദ ടൈം ഓഫ് അമാൽഗമേഷൻ കമ്പനിക്ക് എല്ലാം കൂടെ 1 ലക്ഷം രൂപ അമാൽഗമേഷന് വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് വന്നു. മനസ്സിലായി? എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് എ ബി ലിമിറ്റഡ് ആയി. അറ്റ് ദ ടൈം ഓഫ് അമാൽഗമേഷൻ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് ഫോർ അമാൽഗമേഷൻ എത്ര രൂപയായി? 1 lakh rupees ആയി. ഇവർ അമാൽഗമേറ്റ് ചെയ്തത് 2016 ഓക്കെ, 2016 അമാൽഗമേറ്റ് ചെയ്തതെങ്കിൽ അത് തൊട്ടുള്ള 5 വർഷങ്ങളിൽ നമുക്ക് P&L അക്കൗണ്ട് വരയ്ക്കുന്ന നേരത്ത് എന്ത് കാണിക്കാം? അമാൽഗമേഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 20,000 rupees വെച്ച് കാണിക്കും. മനസ്സിലായി? കാരണം എന്താ? ഈ 1 lakhനെ ഡിവൈഡ് ബൈ 5 അടുത്ത 5 വർഷങ്ങളിലോട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ 2 കമ്പനിയും കൂടെ അമാൽഗമേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ ചിലവായി. ആഫ്റ്റർ അമാൽഗമേഷൻ അടുത്ത 5 വർഷങ്ങളിൽ ആ ഉണ്ടായിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അമാൽഗമേഷൻ്റെ എക്സ്പെൻസസിൻ്റെ 1/5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ amortization of expenditure incurred and or VRS. ഓക്കെ, VRS വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം എമൗണ്ട് കൊടുക്കേണ്ടി വന്നാൽ, ഓക്കെ, applicable to all assessees. Condition: assessee has incurred any expenditure by way of a compensation to employee in connection with their voluntary retirement. അതായത് നിങ്ങൾ എൻ്റെ ഒരു എംപ്ലോയി ആണ്, ഓക്കെ, നിങ്ങൾ വളണ്ടറിലി നിങ്ങൾ റിട്ടയർ ചെയ്ത് പോവാണ്. സോ അങ്ങനെ പോകുന്ന സമയത്ത് വളണ്ടറിലി റിട്ടയർമെന്റ് സ്കീം പ്രകാരം ഞാൻ നിങ്ങൾക്ക് ഒരു ലംസം എമൗണ്ട് ആയിട്ട് തരുന്നു. ഇറ്റ്സ് നോട്ട് എ സാലറി, അതൊരു സാലറി ഒന്നുമല്ല, ഒരു ലംസം എമൗണ്ട് വളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം ഞാൻ നിങ്ങൾക്ക് ഒരു ലംസം എമൗണ്ട് തരുന്നു. സോ അങ്ങനെ തരുന്ന എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം? Okay, 1/5 of expenditure so paid for a period of 5 years commencing from the year in which the expenditures was paid. ഞാൻ എന്നാണോ നിങ്ങൾക്ക് തരുന്നത് അതിനുശേഷമുള്ള 5 വർഷങ്ങളിൽ ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? എനിക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അതിനെ VRS ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? VRS ആയിട്ട് ട്രീറ്റ് ചെയ്യാം മീൻസ് എൻ്റെ P&L അക്കൗണ്ടിനകത്ത് വളണ്ടറി റിട്ടയർമെന്റ് സ്കീം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, ആൻഡ് എഫക്ട് ഓഫ് അമാൽഗമേഷൻ ആൻഡ് ഡിമർജർ ഈ പറയുന്നത് പോലെ, അതായത് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് കമ്പനി അമാൽഗമേറ്റ് ചെയ്തു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓക്കെ, ആ പുതിയ കമ്പനിക്ക് ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ടിനെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് വളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം ഞാൻ 1 ലക്ഷം രൂപയാണ് തരേണ്ടത്. ഓക്കെ, താൽക്കാലികമായിട്ട് ഞാൻ എ ലിമിറ്റഡ് ആയിരുന്നു. സോ 2017 നിങ്ങൾ എന്ത് ചെയ്യണേ? 2017 നിങ്ങൾ VRS എടുത്തിട്ട് പോകണേ. സോ ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ അടുത്ത 5 വർഷങ്ങളിൽ ഞാൻ 20,000 രൂപ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ P&L അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മൈനസ് ചെയ്ത് കാണിക്കാം, അല്ലേ? സോ ഫസ്റ്റ് ഇയറിനകത്ത് ഞാൻ എന്ത് ചെയ്തു? 20,000 rupees കാണിച്ചു. സെക്കൻഡ് ഇയറിനകത്തും ഞാൻ എഗെയിൻ 20,000 rupees കാണിച്ചു. തേർഡ് ഇയർ ആവുന്ന സമയത്ത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡുമായിട്ട് അമാൽഗമേറ്റ് ചെയ്തു. ഇനി എ ലിമിറ്റഡ് ഇല്ല. ആഫ്റ്റർ തേർഡ് ഇയർ ഇനിയുള്ളത് എ ബി ലിമിറ്റഡ് ആണ്. മനസ്സിലായി? ഇനിയുള്ളത് എ ബി ലിമിറ്റഡ് ആണ്. സോ നോക്കിയേ, ആഫ്റ്റർ അമാൽഗമേഷൻ ഇനി നമുക്ക് എത്രയും കൂടെ 60,000 കൂടെ നമുക്ക് എന്ത് ചെയ്യാണ്ട്? ക്ലെയിം ചെയ്യാണ്ട്. അടുത്ത 3 വർഷങ്ങളിലായിട്ട് 60,000 കൂടെ ക്ലെയിം ചെയ്യാണ്ട്. സോ ഇവിടെ പറയുന്നത് ഇങ്ങനെ VRSന്റെ ക്ലെയിം നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണേ. സോ അമാൽഗമേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് എന്തില്ല? എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇല്ല, എ ബി ലിമിറ്റഡേ ഉള്ളൂ. സോ ഇവിടെ വരുന്നൊരു ചോദ്യം ഇത്രയാണ്: എ ബി ലിമിറ്റഡിന് ഈ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കേ, in case of transfer of undertaking under the scheme of amalgamation or demerger, the amalgamated company or a resulting company being an Indian company, അതായത് പുതിയതായിട്ട് ഉണ്ടാവുന്ന എ ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ, as the case may be, shall be entitled to claim deduction under section 35 DDA for the residual period as if the amalgamation or demerger had not taken place. അതായത്
എന്ത് ചെയ്യാം, അവർക്ക് അടുത്ത 3 വർഷങ്ങളിലോട്ട് കൂടെ ക്ലെയിം ചെയ്യാം. എന്ത് ചെയ്യാത്തതുപോലെ, അല്ലെങ്കിൽ അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാത്തതേപോലെ അവർക്ക് അടുത്ത 3 വർഷങ്ങളിലോട്ട് ക്ലെയിം ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് വളണ്ടറി റിട്ടയർമെന്റ് സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഈ പറയുന്നത് പോലെ അടുത്ത 5 വർഷങ്ങളിലോട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ ക്ലെയിം ചെയ്യുന്ന പീരീഡിനകത്ത് എപ്പോഴെങ്കിലും ഒരു അമാൽഗമേഷൻ കയറി വരികയാണെങ്കിൽ ഓക്കെ, ബാലൻസ് റെസിജ്വൽ പീരീഡിലോട്ട് ബാലൻസ് എമൗണ്ട് ആർക്ക് ക്ലെയിം ചെയ്യാം? ഈ പറയുന്ന അമാൽഗമേഷൻ കമ്പനിക്ക്, അല്ലെങ്കിൽ അമാൽഗമേറ്റ് പുതിയ കമ്പനിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചാർജ് ചെയ്യാം. ഒറ്റ കണ്ടീഷൻ ഓർത്താൽ മതി, അങ്ങനെ ഉണ്ടാകുന്ന പുതിയ റിസൾട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഓക്കെ, മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് വൺ, അടുത്തത് amortization of expenditure on prospecting etc. for development of minerals, section 35E. ഓക്കെ, ഈ മിനറൽസിൻ്റെ ഒക്കെ ഡെവലപ്മെൻ്റ് കാര്യത്തിനകത്ത് ആകെ കൂടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഭവം ഇത്രേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇതിൻ്റെയൊക്കെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് ഈ മിനറൽസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിൽ തന്നെ ആയിരിക്കത്തൊന്നുമില്ല അല്ലേ. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു മിനറൽ എക്സ്ട്രാക്റ്റിംഗ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഈ മിനറൽ എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് എന്തിലോട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുള്ളൂ. ഓക്കെ, സാധാരണ ഈ മൈൻസ് ആൻഡ് കോറീസ് ഒക്കെ പോലെ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിനകത്തൊന്നും ഒരു ഇൻകം കിട്ടത്തൊന്നുമില്ല. സോ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ, ഇങ്ങനെ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന കമ്പനീസിന് ഓക്കെ, അവർക്ക് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് ഇതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ മിഷൻസ് കൊണ്ടുവരാനാണെങ്കിലും അതിൻ്റെ ലാൻഡ് നോക്കാനാണെങ്കിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കയറി വരുന്ന കുറേ തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും. ആ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്തുനിന്ന് നമുക്കൊരു ഇൻകം ഉണ്ടാവുള്ളൂ. സോ ഇവിടെ കയറി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്. ദാറ്റ് മീൻസ് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് എ പ്രിലിമിനറി എക്സ്പെൻസസ്. പക്ഷേ ഇവിടെ ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് പറയുന്നു മാത്രം. നോക്കാം. applicable to an Indian company and any other resident assessee. ഇന്ത്യൻ കമ്പനി ആയിരിക്കണം അല്ലെങ്കിൽ റെസിഡന്റ് അസസി ആയിരിക്കണം. ഓക്കെ, അസസി ഈസ് എൻഗേജ്ഡ്, അതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഫോറിൻ കമ്പനി ഇവിടെ വന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഡിഡക്ഷൻ കിട്ടില്ല. ആൻഡ് അസസി ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഓപ്പറേഷൻ റിലേറ്റഡ് ടു prospecting or extraction or production of mineral specified in the 7th schedule. Okay, and the expenditure incurred during the following period shall qualify for the deduction. എന്താ നോക്കിയേ, ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമൻസസ് ആൻഡ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 4 years പ്രിസീഡിംഗ് ദ ഇയർ ഇൻ വിച്ച് ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമൻസസ്. ഏത് പ്രീവിയസ് ഇയറിലാണോ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻസ് നടക്കുന്നത് ആ വർഷത്തെ എക്സ്പെൻഡിച്ചേഴ്സും അതിന് തൊട്ട് മുമ്പ് കയറി വരുന്ന 4 വർഷത്തെ എക്സ്പെൻഡിച്ചേഴ്സും. ഓക്കെ, ഇത്രയും വേനെയാണ് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ, ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. മനസ്സിലായി? അതായത് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അവിടെ 5% എടുത്തതിന് പകരമായിട്ട് ഇവിടെ 5 years ആണ് എടുക്കണേ. ഈ പ്രീവിയസ് ഇയറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പറയുന്ന മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന കമ്പനിക്ക് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ പ്രീവിയസ് ഇയറും കൂടെ ചേർത്തിട്ടാണ് 5 വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഇനി the total eligible expenditures, that means ഈ പറയുന്ന qualifying amount shall be allowed in 10 equal installments. അടുത്ത 10 വർഷത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം ദ ഇയർ ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. ഹൗവർ ഡിഡക്ഷൻ ഇൻ പ്രീവിയസ് ഇയർ കനോട്ട് എക്സീഡ് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ അറൈസിംഗ് ഫ്രം ദ കൊമേഴ്ഷ്യൽ എക്സ്പ്ലോഷൻ. അതായത് മാക്സിമം ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് എത്ര വരെ മാത്രമേ പാടുള്ളൂ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം എത്രയാണോ അതുവരെ മാത്രമേ പാടുള്ളൂ. മനസ്സിലായി? സോ ഇവിടെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ പ്രീവിയസ് ഇയറും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷങ്ങളിൽ എല്ലാ വർഷവും 50,000 രൂപ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചറായിട്ട് ഡിഡക്ട് ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവിടെ 50,000-നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ആ കമ്പനിയിൽ നിന്നുള്ള ഡിഡക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, കമ്പനിയിൽ നിന്നുള്ള ഇൻകം ഉണ്ടായിരിക്കണം. Okay, and the last one, unabsorbed amount can be carried forward maximum up to 10th previous year commencing from the year when the commercial production starts. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും എമൗണ്ടുകൾ കയറി വരുവാണെങ്കിൽ അത് അടുത്ത വർഷത്തിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ പറയുന്ന പോലെ ടോട്ടൽ എമൗണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ടോട്ടൽ എമൗണ്ട് 5 ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ 5 വർഷം. ഈ പ്രീവിയസ് ഇയറും കൂടെ ചേർത്തിട്ട് 5 വർഷങ്ങളിൽ നമുക്കൊരു 5 ലക്ഷം രൂപയായിരുന്നു അല്ലേ. 10 വർഷങ്ങളിലോട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഓരോ വർഷവും നമുക്ക് എത്ര വെച്ച്, ഓരോ വർഷവും നമുക്ക് നമ്മുടെ പി ആൻഡലിൽ നിന്ന് 50,000 രൂപ വെച്ച് ചാർജ് ചെയ്യാം.
അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാം. സോ ഫസ്റ്റ് ഇയറിനകത്ത് നമുക്ക് ആകെ കൂടെ വന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ ആകെ കൂടെ വന്നിരിക്കുന്ന പ്രോഫിറ്റ് 40,000 ആണ്. സോ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നോക്കി എത്ര വരെ മാത്രമേ പാടുള്ളൂ, അതായത് ആ പ്രീവിയസ് ഇയറിനകത്ത് കിട്ടിയിരിക്കുന്ന ഇൻകം എത്രയാണോ അത്ര വരെ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് ചാർജ് ചെയ്യാവൂ. സോ ഇവിടെ ആകെ കൂടെ കിട്ടിയിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 40,000 ആണ്. പക്ഷെ നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡിഡക്ട് ചെയ്യാനുള്ളത് എത്രയാണ്? 50,000 രൂപയാണ്. സോ ഇവിടെ നമുക്ക് 40,000 മാത്രമേ ഡിഡക്ട് ചെയ്യാവൂ. 10,000 റുപ്പീസിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. മനസ്സിലായി? അങ്ങനെ അൺഅബ്സോർബ്ഡ് ആയിട്ട് കയറി വരുന്ന എമൗണ്ടിനെ 10 വർഷങ്ങളിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ അടുത്ത വർഷം ഒരു 70,000 രൂപ നമുക്ക് എന്തുണ്ടെങ്കിൽ ഇൻകം ഉണ്ടെങ്കിൽ ആ വർഷത്തെ 50,000 രൂപയും കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന അൺഅബ്സോർബ്ഡ് ചെയ്തിരിക്കുന്ന 10,000 കൂടെ ചേർത്തിട്ട് ടോട്ടൽ 60,000 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ അബ്സോർബ് ചെയ്യാം. മനസ്സിലായി? ദാറ്റ് മീൻസ് ആ വർഷത്തെ ഇൻകത്തിനേക്കാൾ കൂടുതൽ ആ വർഷത്തെ ഡിഡക്ഷൻസിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഓക്കെ, ചുമ്മാ ഓർത്തിരുന്നാൽ മതി. ദ നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് പ്രീമിയം ഫോർ സ്റ്റോക്ക് ആൻഡ് സ്റ്റോർസ്. അതായത് എനി എമൗണ്ട് പെയ്ഡ് ആസ് ഇൻഷുറൻസ് പ്രീമിയം അഗൈൻസ്റ്റ് ദ റിസ്ക് ഓർ ഡാമേജ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് സ്റ്റോർസ് യൂസ്ഡ് ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് അലോവബിൾ ആസ് ഡിഡക്ഷൻ ഇൻ ഫുൾ. അതായത് നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്, ആ ക്ലോസിംഗ് സ്റ്റോക്ക് സെയിൽ ചെയ്യുന്ന പീരീഡ് വരെ നിങ്ങൾക്ക് ആ സ്റ്റോക്കിന്റെ മുകളിൽ നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് കേടുവന്നാലോ അല്ലെങ്കിൽ സ്റ്റോക്ക് നശിച്ചു പോയാലോ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം എങ്കിലും കിട്ടും അല്ലേ? സോ അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മുകളിൽ നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് ആ ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് ചാർജ് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് പ്രീമിയം ഫോർ ലൈഫ് ഓഫ് കാറ്റിൽ. അതായത് any amount paid the insurance premium by a federal milk cooperative society on the life of cattle owned by the members as of a primary milk cooperative society affiliated to is allowed as a deduction. അതായത് പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവരുടെ മെമ്പേഴ്സിന്റെ കാറ്റിലിനകത്തുള്ള അല്ലെങ്കിൽ കാറ്റിലിന്റെ മുകളിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആ ഇൻഷുറൻസ് പ്രീമിയത്തിന് എന്തായിട്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ ഒരു ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കണം. അവർ ഈ പറയുന്ന പോലെ കാറ്റിൽസിന്റെ മുകളിൽ അവർ ഒരു ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. ആ ഇൻഷുറൻസ് പ്രീമിയത്തിന് വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ, പ്രീമിയം എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ ആ എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് ചാർജ് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. Okay, and the next one, insurance premium for health of employees. Okay, any premium paid other than by cash. ഓർത്തിരിക്കേണ്ട ഒറ്റ സാധനം, ക്യാഷ് ആയിട്ട് എംപ്ലോയീസിന്റെ മുകളിൽ പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ക്യാഷ് ആയിട്ട് കൊടുക്കരുത്. By the assessee as an employee to the effect to keep in force the insurance on the health of his employees under the scheme framed in this behalf by the General Insurance Corporation of India approved by central government or any other insurer and approved by the Insurance Regulatory and Development Authority shall be allowed as deduction. ഓക്കെ, ഒറ്റ വാക്കി പറയുവാണെങ്കിൽ നിങ്ങളൊരു എംപ്ലോയർ ആണ്, നിങ്ങൾ എംപ്ലോയുടെ മുകളിൽ എംപ്ലോയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ആ അടച്ചിരിക്കുന്ന ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നത് എങ്ങനെ അടയ്ക്കരുത്? ക്യാഷ് ആയിട്ട് അടയ്ക്കരുത്. ഓക്കെ, ദാറ്റ് മീൻസ് ബാങ്ക് ട്രാൻസ്ഫർ തന്നെ ചെയ്യണമെന്നർത്ഥം. അടുത്തത് നെക്സ്റ്റ് വൺ, ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ്. കമ്മീഷന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ബോണസോ കമ്മീഷനോ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, എനി ബോണസ് ഓർ കമ്മീഷൻ അതർ ദാൻ ഇൻ ലീ ഓഫ് പ്രോഫിറ്റ് ഓർ ഡിവിഡൻഡ്. പ്രോഫിറ്റിന്റെ സർട്ടൻ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഡിവിഡൻഡിന് ബദലായിട്ടോ അല്ല കൊടുക്കണേ, അവർ ചെയ്ത വർക്കിനാണ് അവർക്ക് ഈ പറയുന്ന പോലെ ബോണസോ കമ്മീഷനോ കൊടുക്കുന്നതെങ്കിൽ പെയ്ഡ് ടു എംപ്ലോയി ഷാൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. such amount has been made actually paid before the due date of furnishing return. അതായത് ഒറ്റ കണ്ടീഷനെ പറയുന്നുള്ളൂ, അങ്ങനെ കൊടുക്കേണ്ട എമൗണ്ട് എപ്പോൾ കൊടുക്കണം? ഈ റിട്ടേൺ ഫർണിഷിങ്ങിന് മുമ്പായിട്ട് കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? എംപ്ലോയീസിന് ബോണസോ കമ്മീഷനോ കൊടുക്കാം, അത് പ്രോഫിറ്റിന് ബദലായിട്ടല്ല കൊടുക്കണേ, അവർ ചെയ്ത വർക്കിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, ആ കൊടുക്കുന്ന എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, അത് എന്തായിട്ട് കൊടുക്കണം? ഈ പറയുന്ന പോലെ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊടുക്കണം. അസസ്മെന്റ് ഇയർ തീരുന്നതിന് മുമ്പായിട്ടല്ല പറയണേ, ആ പറയുന്ന റിട്ടേൺ ഇൻകം ടാക്സിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിന് മുമ്പായിട്ട് എന്ത് കൊടുത്തിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ബോണസോ കമ്മീഷനോ കൊടുത്തിരിക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഓക്കെ, കുറേ അധികം കാര്യങ്ങളാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ എടുത്ത് അല്ലെങ്കിൽ കമ്പനി എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ട്, ആ കടം വാങ്ങിച്ച എമൗണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മൈൻഡ് കയറ്റി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഒരു പി ആൻഡ് എൽ അക്കൗണ്ട് മനസ്സിൽ കൊണ്ടുവരിക. ആ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എവിടുന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്, ആ കടം വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാം? ഇൻട്രസ്റ്റ് കൊടുക്കാൻ പോവാം. സോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്
ഇൻട്രസ്റ്റിനെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റണേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ ക്ലെയിമഡ് ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഫോളോയിങ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ദാറ്റ് മീൻസ് പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻഡിച്ചർ എഴുതണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ദ ഫസ്റ്റ് വൺ, ദ അസസി മസ്റ്റ് ഹാവ് ബി ബോറോഡ് മണി, കടം വാങ്ങിച്ചിരിക്കണം. ആൻഡ് ദ മണി സോ ബോറോഡ് മസ്റ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ആ കടം വാങ്ങിച്ചിട്ടുള്ള എമൗണ്ട് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്തിരിക്കണം. ആൻഡ് തേർഡ് വൺ, ദ അസസി മസ്റ്റ് ഹാവ് ഇൻകേർഡ് ഇൻട്രസ്റ്റ് ഓൺ ദ ബോറോഡ് എമൗണ്ട്. അതായത് ആ കടം വാങ്ങിച്ച എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കും വേണം? ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കും വേണം. സോ കടം വാങ്ങിക്കുക, കടം വാങ്ങിച്ച എമൗണ്ട് എടുത്ത് ബിസിനസ് നടത്തുക, ആ ബിസിനസ് നടത്തിയ കടം വാങ്ങിച്ച എമൗണ്ടിന് നമുക്ക് എന്ത് കൊടുക്കുക? ഇൻട്രസ്റ്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ദ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലായി? ഇനി പറയുന്നത് ഇതിനകത്ത് വരുന്ന ഓരോരോ സ്പെഷ്യൽ കേസുകളാണ്. ദ ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ദ പ്രൊപ്പറേറ്റർ ഈസ് ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ. അത് അലൗബിൾ അല്ല. അതായത് നമ്മുടെ ക്യാപിറ്റലിന് നമ്മൾ തന്നെ ഇൻട്രസ്റ്റ് എഴുതിയെടുക്കുകയാണെങ്കിൽ, പ്രൊപ്പറേറ്ററിന്റെ ക്യാപിറ്റലിന് പ്രൊപ്പറേറ്റർ തന്നെ ഇൻട്രസ്റ്റ് എഴുതിയെടുക്കുകയാണെങ്കിൽ അത് അലൗബിൾ അല്ല, ഡിസലൗഡ് ആണ്, എക്സ്പെൻഡിച്ചർ ആയിട്ട് ചാർജ് ചെയ്യാൻ പാടില്ല. അടുത്തത്, ഇൻട്രസ്റ്റ് പേ ടു റിലേറ്റീവ് ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അതായത് നിങ്ങൾ കടം വാങ്ങിച്ചത് നിങ്ങളുടെ റിലേറ്റീവിൻ്റെ നിന്നാണ്. ഓക്കെ, ആ റിലേറ്റീവിന് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അവിടെ ഒരു കുഴപ്പമില്ല, അത് അലൗബിൾ ആണ്. പക്ഷേ ഇഫ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് മാർക്കറ്റ് റേറ്റ്, ദ എക്സസ് പോർഷൻ ഷാൾ ബി ഡിസലൗഡ്. മനസ്സിലായി? അതായത് നിങ്ങളൊരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു 5 ലക്ഷം രൂപ കടം വാങ്ങിക്കുന്നു, ഒരു 10% പലിശയ്ക്കാണ് നിങ്ങൾ കടം വാങ്ങിക്കണേ. സോ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ആകെ കൂടെ, മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആകെ 5% ഉള്ളൂ എന്ന് വിചാരിക്കുക. സോ അവിടെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യാൻ പറ്റുന്നത് ആ മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള 5% വരെ മാത്രമാണ്. മനസ്സിലായി? എക്സസ് വരുന്ന 5% നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യാൻ പാടില്ല. അതിന് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും, ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് കടം വാങ്ങിച്ചേ, 1 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ വരും അല്ലേ? ഓക്കെ, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആകെ കൂടെ, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആകെ കൂടെ 6% ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 6,000 rupees വരെ എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. 10,000 rupees ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും 6,000 rupees ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ആൻഡ് വെദർ ദ ബോറോഡ് മണി ഈസ് നീഡഡ് ഓർ നോട്ട്, പൈസ ഇപ്പോൾ കടമെടുത്തത് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും ആരുടെ ഇൻകം ടാക്സിൻ്റെ ഒരു പരിധിയിൽ വരുന്ന കാര്യമല്ല. ഈസ് അറ്റ് ദ ഡിസ്ക്രിയേഷൻ ഓഫ് ദ അസസി ആൻഡ് ദ ഇൻകം ടാക്സ് അതോറിറ്റി കനോട്ട് എക്സാമിൻ ദ സെയിം. ഇപ്പോൾ 1 ലക്ഷം രൂപ കടം എടുക്കേണ്ട ആവശ്യമുണ്ടോ? കമ്പനിക്കകത്ത് ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടല്ലോ, ഇപ്പോൾ എന്തിനാണ് കമ്പനി കടം എടുത്തത് എന്നുള്ളൊരു ചോദ്യമൊന്നും ഇൻകം ടാക്സിനകത്തില്ല. നിങ്ങൾ കടം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റിനെ നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, പ്രൊപ്പറേറ്ററിന്റെ കേസിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ ഇൻട്രസ്റ്റിനെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ആൻഡ് ഇഫ് ബോറോഡ് മണി ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഏർണിംഗ് നോൺ അസസബിൾ ഇൻകം, ദാറ്റ് മീൻസ് നോൺ ടാക്സബിൾ ഇൻകം, നോൺ ടാക്സബിൾ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ മണി എടുത്തിട്ടുള്ളതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ സച്ച് ബോറോയിങ് ഷാൾ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, സോ നിങ്ങളൊരു എമൗണ്ട് ബോറോ ചെയ്തിരിക്കുന്നത് ഈ നോൺ അസസബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ബോറോഡ് മണിക്ക് വേണ്ടി കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെ എന്തായിട്ട് ചാർജ് ചെയ്യില്ല? ഡിഡക്ഷൻ ആയിട്ട് ചാർജ് ചെയ്യില്ല. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ടു പേ ഇൻകം ടാക്സ് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടമെടുത്തിരിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അലൗബിൾ അല്ല. ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ പേയ്മെന്റ് ഓഫ് സെയിൽ ടാക്സ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. മനസ്സിലായി? അതായത് ഇൻകം ടാക്സ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ 1 ലക്ഷം രൂപ ഇൻകം ടാക്സിൻ്റെ ലൈബിലിറ്റി ഉണ്ട്, ഇൻകം ടാക്സ് ആയിട്ട് നിങ്ങൾ 1 ലക്ഷം രൂപ അടക്കണം, നമ്മുടെ കയ്യിൽ കാശില്ല. ഓക്കെ, സോ നമ്മൾ 1 ലക്ഷം രൂപ 10,000 രൂപ പലിശയ്ക്ക് നമ്മൾ എടുത്തു. മനസ്സിലായി? സോ അവിടെ പറയുന്നത് ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ ആ കടമെടുത്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങൾ സെയിൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡിഡക്ഷൻ എന്നെടുത്തിട്ടുള്ളതെങ്കിൽ, ബോറോ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം, ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്ടിങ് TDS ഈസ് നോട്ട് അലൗഡ്. അതായത് ഒരു ഇന്ത്യക്ക് പുറത്തോട്ടൊരു പേയ്മെന്റ് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും, നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാനുള്ളതാണ്. ദാറ്റ് മീൻസ് ആ ഇൻകത്തിന് ഇന്ത്യയിൽ കിട്ടേണ്ട എമൗണ്ട് ഓഫ് ടാക്സ് എത്രയാണോ അത് പേ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് ഒരു പേയ്മെന്റ് കൊടുക്കാവൂ. മനസ്സിലായി? അങ്ങനെ TDS പിടിക്കാതെയാണ് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ അതിനെ അലൗഡ് അല്ല. ആൻഡ് ദ എമൗണ്ട് ബോറോഡ് മേ ബി അപ്ലൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കടമെടുത്തത് നിങ്ങൾക്ക് റവന്യൂനോ ക്യാപിറ്റലിനോ വേണ്ടി യൂസ് ചെയ്യും. ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ബോറോഡ് മണി ഫോർ ഇൻവെസ്റ്റിംഗ് ആസ് എ ക്യാപിറ്റൽ ഇൻ പാർട്ണർഷിപ്പ് ഫേം ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ ഇൻ പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിന്റെ ക്യാപിറ്റൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളതെങ്കിൽ മണി ബോറോ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. And the brokerage and commission for arranging loan paid to an agent is not allowed under this section but allowed under section 37(1). അതായത് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോൺ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജന്റിന് കമ്മീഷൻ കൊടുക്കുന്നു,
അതിവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. പക്ഷേ അത് സെക്ഷൻ 37-നകത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. സെക്ഷൻ 37-നകത്ത് അത് അലോവബിൾ ആണ്. മനസ്സിലായി? സെക്ഷൻ 37 എന്ന് പറയുന്നത് ജനറൽ ഡിഡക്ഷൻസ് ആണ്, അവിടെ അത് അലോവബിൾ ആണ്. പക്ഷേ ഈ സെക്ഷൻസ് പ്രകാരം ഇത് അലോവബിൾ അല്ല. ഓക്കെ, സോ ലോണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷൻസോ ബോണസോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യില്ല, അതിനെ ഇവിടെ അലോവബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് മെയ്ഡ് ടു അക്വയറിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് ഓഫ് അസറ്റ്സ്. ഒരു അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കി, the prior to the commencement of business or after the commencement of business but before is put to use of the asset, then the interest is added to be the actual cost, and after the asset is put to use the interest is allowed as deduction under section 36. മനസ്സിലായി? അതായത് നിങ്ങളൊരു അസറ്റ് വാങ്ങിക്കുന്നു, അസറ്റ് വാങ്ങിച്ചിട്ട് ആ അസറ്റ് പുട്ട് ടു യൂസ് എന്ന് പറയുന്ന ഒരു പരിധിയിലോട്ട് എത്തുന്നത് വരെ കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ അതിനെ ക്യാപിറ്റൽ വാല്യൂ ആയിട്ട് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതായത് ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള ഇൻട്രസ്റ്റിനെ മാത്രമേ നമ്മൾ എന്തായിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു അസറ്റ് വാങ്ങിച്ചു. ഓക്കെ, അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിൽ നിന്ന് കടം എടുക്കുകയാണ്. കടം എടുത്തിട്ട് അതിൻ്റെ 10% ഒരു വർഷം നിങ്ങൾ പലിശ കൊടുക്കണേ. ദാറ്റ് മീൻസ് ഒരു വർഷം നിങ്ങൾ 50,000 രൂപ പലിശ കൊടുക്കും അല്ലേ? ഓക്കെ, സോ നോക്കി, 5 lakh rupees ആണ് നമ്മൾ കടം കൊടുക്കണേ. 5 lakhന്റെ 10% 50,000 rupees നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർഷം വേണ്ടി വരും, ഡിവൈഡ് ബൈ 12. ദാറ്റ് മീൻസ് ഓരോ മാസവും നമുക്ക് 4,167 രൂപ വെച്ച് എന്ത് ചാർജ് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ അഡീഷൻ ആയിട്ട് ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ, നിങ്ങൾ അസറ്റ് വാങ്ങിച്ച് 3 മാസം കഴിഞ്ഞിട്ടാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അതായത് 4,167 രൂപ വെച്ച് 3 മാസം നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്തു. സോ എത്ര വരും? 12,500 രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അസറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കാലയളവിൽ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റിനെ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് വേണം കാണാൻ. സോ അസറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ എത്ര വരും? 5,12,500 rupees ആവും. സിറ്റുവേഷൻ മനസ്സിലായി? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനകത്തും ഇതേ കാര്യം തന്നെയാണ് പറയണേ. സോ ഇവിടെ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഒരു എമൗണ്ട് ബോറോ ചെയ്തിരിക്കുന്നത് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നോക്കിയേ, ഇവിടെ 5 ലക്ഷം രൂപ ബോറോ ചെയ്തിരിക്കുന്ന അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് 10% പലിശയും കൊടുക്കണം. സോ ഓരോ വർഷവും 50,000 രൂപ പലിശ കൊടുക്കണം. ദാറ്റ് മീൻസ് ഓരോ മാസവും 4,167 രൂപ വെച്ച് നിങ്ങൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അസറ്റ് വാങ്ങിച്ച് 3 മാസത്തിന് ശേഷമാണ് അസറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങണേ. അങ്ങനെയാണെങ്കിൽ ആ 3 മാസത്തെ 4,167 × 3 12,500 രൂപ കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അതിനെ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. സോ ഇവിടെ അസറ്റിനെ ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ബാലൻസ് വരുന്ന അതായത് 4,167 × 9 ബാലൻസ് വരുന്ന 37,500 രൂപ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? കാരണം എന്താ? അവിടെ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ മിഷൻ റൺ ചെയ്യാൻ തുടങ്ങി. സോ ആഫ്റ്റർ റണ്ണിങ് ആ ഉണ്ടാവുന്ന എക്സ്പെൻസിനെ നമുക്ക് എന്തായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സീറോ കൂപ്പൺ ബോൺസ്. Okay, according to this section, the zero coupon bonds must satisfy the following condition. The condition number 1, it is a bond issued by the infrastructure capital company or infrastructure capital fund or public sector company or a scheduled bank. And the respect of such bond, no payment or benefit is received before the maturity or redemption. ഓക്കെ, അതായത് റിഡംഷൻ ടൈം വരെ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് വരെ നമുക്ക് ഒരു കാരണവശാലും എന്ത് കിട്ടരുത്? അതിൽ നിന്ന് യാതൊരുവിധ ബെനിഫിറ്റും കിട്ടരുത്. ആൻഡ് ദ തേർഡ് വൺ, സച്ച് ബോണ്ട് ഈസ് സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്തായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട് ഷാൾ ബി അലൗഡ് ഓൺ പ്രോറാറ്റ ബേസിസ് ഹാവിംഗ് റിഗാർഡിംഗ് ദ പീരീഡ് ഓഫ് ലൈഫ് ഓഫ് സച്ച് ബോണ്ട്സ്. ഓക്കെ, എത്ര വർഷത്തേക്കാണോ അത്രയും വർഷത്തെ അല്ലെങ്കിൽ ആ ഡിസ്കൗണ്ടിനെ അത്രയും വർഷത്തെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യണേ? എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനാണ് സീറോ കൂപ്പൺ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യണേ. സീറോ കൂപ്പൺ ബോണ്ട്സിൻ്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരെ നമുക്ക് ഒരു കാരണവശാലും അതിൽ നിന്നൊരു ഇൻകം കിട്ടില്ല. സോ ഇവിടെ ആ ബോണ്ടിൻ്റെ വാല്യൂ 5 lakh ആണ്. എന്താ പറയുക, ഒരു എക്സാമ്പിളാണ് പറയണേ. ബോണ്ടിൻ്റെ വാല്യൂ 5 lakh ആണ്. ഓക്കെ, പക്ഷേ ഇപ്പം നിങ്ങൾ എനിക്ക് 4,50,000 rupees തന്നാൽ മതി. 3 വർഷമാണ് ബോണ്ടിൻ്റെ പീരീഡ്.
അതായത് നിങ്ങൾ എനിക്ക് ഇന്ന് 4,50,000 രൂപ തരുന്നു, ഞാൻ നിങ്ങൾക്ക് ബോണ്ട് തരും. ആ ബോണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 വർഷമാണ്, കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ബോണ്ടിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആഫ്റ്റർ 3 ഇയേഴ്സ് നിങ്ങൾ എനിക്ക് ബോണ്ട് തിരിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരും? 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ തരും. മനസ്സിലായി? സോ ഇറ്റ്സ് കോൾഡ് സീറോ കൂപ്പൺ ബോണ്ട്സ്. ഇവിടെ 3 വർഷം കൊണ്ട് എനിക്കുണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 3 വർഷത്തിലോട്ട് ഞാൻ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് വെച്ചാൽ മെച്യൂരിറ്റി പീരീഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. 5 ലക്ഷം രൂപയാണ് ബോണ്ടിന്റെ വാല്യൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തരുന്ന 4.5 ലക്ഷം രൂപയ്ക്കാണ്. ആഫ്റ്റർ 3 ഇയേഴ്സ് ആ ബോണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമ്പോൾ ഞാൻ 4,50,000 പകരം 5 ലക്ഷം രൂപ തരണം. സോ 3 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് 50,000 ആണ്. സോ 50,000 ഡിവൈഡ് ബൈ 3 ചെയ്യുക. ആ കാലയളവിൽ എന്ത് ചെയ്യാം? ആ പ്രോറാറ്റ ബേസിസിന്റെ അടിസ്ഥാനത്തിൽ അത് ചാർജ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, contribution towards RPF and superannuation fund. Okay, any sum paid before the due date of furnishing return by the employer towards, അതായത് ഈ പറയുന്ന റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേയ്മെന്റ് നടത്തണം. Towards recognized provident fund or an approved superannuation fund allowed as deduction in full. That means ഈ പറയുന്ന പോലെ RPF-ലോട്ടോ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ടോ എംപ്ലോയർ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. സോ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടോ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് നോട്ടിഫൈഡ് പെൻഷൻ സ്കീം അണ്ടർ സെക്ഷൻ 80 CCD. അതായത് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കേ, എനി സം പെയ്ഡ് ബൈ അസസി ആസ് ആൻ എംപ്ലോയർ ബൈ വേ ഓഫ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ പെൻഷൻ സ്കീം അണ്ടർ സെക്ഷൻ 80 CCD ഓൺ അക്കൗണ്ട് ഓഫ് ആൻ എംപ്ലോയി ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് എംപ്ലോയിയുടെ അക്കൗണ്ടിലോട്ട് നോട്ടിഫൈഡ്, മനസ്സിലായി? എംപ്ലോയിയുടെ നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലോട്ട് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടിനെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദ മാക്സിമം ലിമിറ്റ്. അതായത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കണം? ആ എംപ്ലോയിയുടെ സാലറിയുടെ 10% വരെ മാത്രമായിരിക്കണം. മനസ്സിലായി? സോ ഇവർ സാലറി ഇൻക്ലൂഡ്സ് ഡിയർനെസ് അലവൻസ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് സോ പ്രൊവൈഡഡ് ബട്ട് എക്സ്ക്ലൂഡ് ഓൾ അതർ അലവൻസസ് ആൻഡ് പർക്യൂസേജ്. അതായത് ഇവിടെ പറയുന്നത് എംപ്ലോയിയുടെ സാലറി പ്ലസ് DA ടേംസ്, ദാറ്റ് മീൻസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എത്രയാണെന്ന് നോക്കാം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു 50,000 റുപ്പീസ് വരുന്നുണ്ടെങ്കിൽ ആ 50,000-ന്റെ 10% 5,000 റുപ്പീസ് വരെ എംപ്ലോയർക്ക് എന്ത് ചെയ്യാം? എംപ്ലോയിയുടെ അക്കൗണ്ടിലോട്ട് നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ശരി, മാക്സിമം നമുക്ക് എത്ര വരെ മാത്രമേ കിട്ടുള്ളൂ ഡിഡക്ഷൻ ആയിട്ട്? മാക്സിമം 5,000 റുപ്പീസ് വരെ മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. ഓക്കെ, ഇവിടെ ഈ പറയുന്നത് പോലെ എംപ്ലോയിയുടെ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിനെ ഫുൾ ആയിട്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ. ദ നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് സ്റ്റാഫ് വെൽഫെയർ സ്കീം. ഈ പറഞ്ഞതുപോലെ വീണ്ടും ഓരോ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സ്റ്റാഫ് വെൽഫെയർ സ്കീമിലോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, എനി സം റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയർ ഫ്രം ഹിസ് എംപ്ലോയി ആസ് എ കോൺട്രിബ്യൂഷൻ ടു. ഓക്കെ, ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ആരാ? എംപ്ലോയർ ആണ്. ആരിൽ നിന്ന്? എംപ്ലോയിൽ നിന്ന് എംപ്ലോയർ എമൗണ്ട് റിസീവ് ചെയ്യുന്നു. ഏതിൻ്റെയൊക്കെ പേരിൽ? പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ടോ സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആയിട്ടോ അല്ലെങ്കിൽ എനി അതർ ഫണ്ട് സെറ്റപ്പ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആൻഡ് എനി അതർ ഫണ്ട് ഫോർ ദ വെൽഫെയർ ഓഫ് സച്ച് എംപ്ലോയീസ്. ഓക്കെ, അതായത് എംപ്ലോയർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് കൊടുക്കുകയാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വെൽഫെയർ ഫണ്ടിലോട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് ദ എംപ്ലോയർ. ആ കിട്ടുന്ന വഴിക്ക് ഇത് ആരുടെ ഇൻകം ആയിട്ട്? എംപ്ലോയറുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. Subsequently, when such is credited by the employer to the employee's account in relevant fund on or before the due date of crediting such a contribution prescribed under the relevant, then the deduction is allowed. മനസ്സിലായി? അതായത് ഞാൻ നിങ്ങളുടെ എംപ്ലോയറും നിങ്ങൾ എൻ്റെ എംപ്ലോയിയുമാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരു നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 5,000 റുപ്പീസ് തന്നു. സോ ഞാനത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ആ 5,000 റുപ്പീസ് ഞാൻ എൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഭാവിയിൽ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ 5,000 റുപ്പീസ് ഈ നിങ്ങളുടെ പേരിലുള്ള നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ് എനിക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? റിട്ടേൺ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ ഇവിടെ പേയ്മെന്റ് കൊടുക്കുന്നത് എംപ്ലോയർക്കാണ്. ഇതിൽ ഏതെങ്കിലും ഒരു നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലോട്ട് എംപ്ലോയിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കണേ. അങ്ങനെ എംപ്ലോയർ ഇത് വാങ്ങിക്കുന്ന സമയത്ത് എംപ്ലോയറുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. എംപ്ലോയർ അത് എംപ്ലോയറുടെ പേരിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് ചാർജ് ചെയ്യാം? എംപ്ലോയറുടെ അല്ലെങ്കിൽ എംപ്ലോയറുടെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ,
And the next one, elements in respect of dead and useless animals. ഈ പറഞ്ഞതുപോലെ അനിമൽസ് ആർ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ബിസിനസ്സിനെ പ്രൊഫഷൻസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന അനിമൽസ് ആയിരിക്കണം. ആൻഡ് സച്ച് അനിമൽസ് ആർ നോട്ട് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. നമ്മുടെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് സച്ച് അനിമൽസ് ഹാവ് ബീൻ ഡെഡ് ആൻഡ് ബിക്കം പെർമനന്റ്ലി യൂസ്ലെസ് ഫോർ സച്ച് എ പർപ്പസ്. അതായത് എന്ത് ചെയ്യുന്നു, അനിമൽസ് യൂസ്ലെസ് ആകുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അനിമൽ ടു ദ അസസി ആൻഡ് ദ എമൗണ്ട് റിയലൈസ്ഡ് ഇഫ് എനി ഇൻ റെസ്പെക്ട് ഓഫ് കാർക്കസസ് ഓൺ സെയിൽ ഓഫ് അനിമൽസ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് ഈ അനിമൽസിന് വേണ്ടി വരുന്ന ആക്ച്വൽ കോസ്റ്റ് ലെസ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഡെഡ് ബോഡി അല്ലെങ്കിൽ അതിൻ്റെ ശവശരീരമൊക്കെ വിൽക്കുന്ന നേരത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ പറയുന്ന പോലെ സ്ക്രാപ്പ് വാല്യൂ ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യാം പെട്ടെന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുകൾ നമുക്ക് മൈനസ് ചെയ്യാം. ബാലൻസിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കണ്ടീഷൻ, അനിമൽസ് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടായിരിക്കണം. അനിമൽസിന് ഒരു കാരണവശാലും സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. പിന്നെ അതിന് ഇനി അതിനെ കൊണ്ടൊരു ഉപയോഗമില്ല. ഓക്കെ, ആ അനിമൽസിനെ കൊണ്ടൊരു ഉപയോഗമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തണം. അങ്ങനെ എത്തുന്ന സമയത്ത് ആ അനിമലിൻ്റെ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യാം. ഞാനത് കൂടുതലായിട്ട് പറയാതെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്നുള്ള രീതിക്ക് അത് പറയണേ. ദാറ്റ് മീൻസ് അത് വിൽക്കുന്ന നേരത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് കിട്ടുവാണെങ്കിൽ അത് മൈനസ് ചെയ്യാം. ആ ഡിഫറൻസ് വരുന്ന എമൗണ്ടിനെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബാഡ് ഡെറ്റ്സ്. ഓക്കെ, ബാഡ് ഡെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ബാഡ് ഡെറ്റ്സ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ബാഡ് ഡെറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോണേ. ദാറ്റ് മീൻസ് ഈ പറയുന്ന സ്പെസിഫിക് ഡിഡക്ഷൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോണേ. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.